ഏട്ടനോ വാടകയ്ക്ക് പോയാലും അവിടെയും ശല്യം ചെയ്തേ പറ്റൂല. എനിക്ക് ഏട്ടനെ കാണാൻ ഇഷ്ടമല്ല. ചെറുപ്പത്തില് ഒന്നിനും കഴിയാത്ത സമയത്ത് എന്റെ ഏട്ടത്തിയമ്മയുടെ വാക്ക് കേട്ട് എത്രയധികം ഏട്ടൻ എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. അതൊന്നും ഈ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോവില്ല. ചെറുപ്പത്തിൽ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊക്കെ അങ്ങനെ തങ്ങിക്കിടക്കും. ഇന്ന് എനിക്കും സാമ്പത്തികപരമായി ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞു അല്ലേ? അന്ന് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അനിയനായ എന്നെ ഏകോദരം ചെയ്യണം. അത് ഏട്ടന്റെ ഭാര്യയ്ക്ക് നിർബന്ധമായിരുന്നില്ലേ? ഈ ശരീരത്തിൽ നോക്കി ഒരുപാട് പാടുകൾ കാണാം. എങ്ങനെ വരാൻ കഴിയണു ഏട്ടാ വീണ്ടും ഇത്രയും ദ്രോഹിച്ചിട്ട് എന്റെ മുന്നിലേക്ക്? എനിക്ക് നിങ്ങളെ കാണണ്ട. പോ. അല്ലെങ്കിൽ അറിയാതെ ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യും. പോ. എന്നെ ദ്രോഹിച്ചിട്ട് ഇനി നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് നിങ്ങളൊന്നും വാങ്ങില്ല. അതിനുള്ള അവസരം ഞാൻ വരുത്തില്ല. പോ എന്റെ മുന്നീന്ന്. അത്രയ്ക്കും ദുഷ്ടനാണ് നിങ്ങൾ. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടി സ്വന്തം അനിയനെ എത്രത്തോളം ദ്രോഹിക്കാതോ അത്രത്തോളം ദ്രോഹിച്ച ഒരു പറയാൻ വാക്കുകളില്ല. അത്രയും നീചനായ ഒരു മനുഷ്യരാണ് നിങ്ങൾ. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന മുറിവുകളൊന്നുമല്ല ഏട്ടൻ എനിക്ക് സമ്മാനിച്ചത്. പോ, എന്റെ മുന്നിൽ നിന്ന് പോകാനാ പറഞ്ഞ. നീ ഇവിടെ നിന്നാ എനിക്ക് എന്റെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടും. പോടാ. ഏട്ടനാ പോലും